നെടിവിള ഗവൺമെന്റ് LP ആൻഡ് പ്രീ പ്രൈമറി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. പഠനോത്സവം ഇതോടനുബന്ധിച്ച് നടന്നു. ആദരവ്, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. നെടിയവിള ഗവൺമെന്റ് LP ആൻഡ് രാജ്യാന്തര പ്രീ പ്രൈമറി സ്കൂളിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. പഠനോത്സവവും ഇതോടനുബന്ധിച്ച് നടന്നു. കുട്ടികളുടെ കലാപരിപാടികളോടെയാണ് വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചത്. പൊതുസമ്മേളനം കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികമായ തടസ്സങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് പുതിയ നിലവാരമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയതോടുകൂടി നമ്മുടെ അസംബ്ലി മണ്ഡലത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളും മികവിന്റെ കേന്ദ്രങ്ങളായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അനുവദിച്ച 1 കോടി രൂപയിൽ ഒന്നും നടക്കാത്ത ഒരു പ്രവൃത്തി ഇവിടെ മാത്രമാണ്. എൻ്റെയോ ഇവിടെ ഇരിക്കുന്ന HMന്റെയോ ഇവിടുത്തെ അധ്യാപകരുടെയോ രക്ഷകർത്താക്കളുടെയോ SMCയുടെയോ തെറ്റുകൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധിയുടെ തെറ്റുകൊണ്ടല്ല. ഞങ്ങൾ എഴുതി കൊടുക്കുന്ന ഓരോ സ്കൂളിൻ്റെയും പേര് വെച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഏജൻസിക്കും സ്കൂളുകൾ ഡിവൈഡ് ചെയ്യും. നെടിയവിള ഗവൺമെന്റ് LP സ്കൂളിനെ 1ാം ഗണ പട്ടികയിൽ പേരെഴുതി കൊടുത്തതാണ്. പക്ഷെ നേരെ എടുത്തത് കില എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ഞാനിപ്പോൾ ശ്യാമന്റെ അറിവോടുകൂടി ഞാനിപ്പോൾ കിലയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിത എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു. സാറേ, കിലയിലാണ് ഏറ്റവും പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞതേ ഉള്ളൂ. SMC ചെയർമാൻ R. ശ്യാം അധ്യക്ഷത വഹിച്ചു. അഹോരാത്രം പരിശ്രമിച്ചിരിക്കുന്ന നമ്മുടെ ടീച്ചർമാര്, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവരെല്ലാവരും നല്ല രീതിയിലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഈ നല്ലൊരു പേര് പ്രശസ്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. നമ്മുടെ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ജനപ്രതിനിധിയുടെ മുന്നിൽ സാറ് അവതരിപ്പിച്ചു. നമ്മുടെ കുട്ടികൾ നമുക്കറിയാം, നമുക്ക് നെടിയവിള ഗവൺമെന്റ് LP സ്കൂൾ ബസ്സില്ല. നമ്മൾ അമ്പൂർ സ്കൂളിന്റെ ബസ്സിൽ ആശ്രയിച്ചാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സ്കൂളിൽ പഠിത്തമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതൊക്കെ പരിഹരിച്ച് നമുക്ക് അദ്ദേഹം ഒരു ബസ് അനുവദിക്കും എന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. അതുപോലെ തന്നെ സാറിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് 1,45,00,000 രൂപയുടെ പുതിയ ബിൽഡിംഗ് അതിന്റെ ഏകദേശം തറക്കല്ലിടിയിൽ നമുക്ക് അടുത്ത മാസം നടത്താൻ സാധിക്കും. കലാസന്ധ്യ ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ K. ശിവശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി പ്രതിഭകളെ ആദരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ രാധാകൃഷ്ണൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം പ്രഭാകുമാരി സ്കൂൾ പ്രതിഭകൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ R. ദീപ്തികുമാർ, റിപ്പബ്ലിക് ദിന പരേഡിൽ കൊല്ലത്തെ പ്രതിനിധീകരിച്ച ഗായത്രി ദേവി, ശാസ്താകോട്ട ഉപജില്ലാ പാചക മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ശ്രീദേവി L, സൗമ്യ V എന്നിവരെ ആദരിച്ചു. പ്രഥമാധ്യാപകൻ സുബകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ അനില S, സൂര്യ J, AEO സുജാകുമാരി PS, MPTA പ്രസിഡന്റ് മഞ്ജു ഗോപാൽ, SMC വൈസ് ചെയർമാൻ ജാക്സൺ K. വൈദ്യൻ, സ്റ്റാഫ് സെക്രട്ടറി ജയ P. എലിസബത്ത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.